പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബറിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 40 കാറ്റഗറിയിലേക്കുള്ള വിജ്ഞാപനത്തിന്റെ നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നവംബർ 25-ന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം താഴെ പറയുന്ന 40 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിൽ ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജറായിട്ട് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജറായിട്ട് അടുത്ത പോസ്റ്റ്. ഭൂജല വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ, അത് ആയുർവേദത്തിലാണ്, സസ്യമാറ്റം വഴിയാണ്. ഭൂജല വകുപ്പിൽ ജൂനിയർ ജിയോ ഫിസിസ്റ്റ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2. ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറും അത് ട്രെയിനിയും കൂടിയാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റന്റ്. ഇനി ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം. വയനാട് കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം, സസ്യമാറ്റം വഴിയാണ്. മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. പാലക്കാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ചിക് സെക്സർ. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ. ഇനി നവംബർ 11-ന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ്. താഴെ പറയുന്ന 34 കാറ്റഗറികളിലെ വിജ്ഞാനം പ്രസിദ്ധീകരിക്കും. ഇതിൽ പ്രധാനപ്പെട്ട കാറ്റഗറികൾ മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം. ആരോഗ്യ വകുപ്പിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസർ. കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ. അത് വാട്ടർ അതോറിറ്റിയിലെ യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്നും മാത്രമാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ടെക്നിക്കൽ സൂപ്രണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ മാർക്കറ്റിംഗ് മാനേജർ. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ കേരഫെഡിലെ ഫയർമാൻ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ്. കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ അസിസ്റ്റന്റ് മാനേജർ. സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് ലോക്കൽ അതോറിറ്റികളിൽ സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. പിന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലെ വയനാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ്. വിവിധ ജില്ലകളിൽ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിങ് വകുപ്പിൽ ലൈൻമാൻ. അപ്പോൾ ഇത് മുൻകൂട്ടി തന്നിരിക്കുന്നത് നിങ്ങൾ അതനുസരിച്ചിട്ട് കറക്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്ത് ഇപ്പോഴേ പഠനം ആരംഭിക്കാൻ തുടങ്ങണം. കാരണം PSCയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം 2 വർഷം മുമ്പ് തുടങ്ങി മാറി പുതിയ രീതിയിലാണ് എല്ലാം വന്നിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ രീതിയിലുള്ള പഠനം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിൽ കയറി പറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗവൺമെൻറ് ജോലി നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.